വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയും ഹമാസും രൂക്ഷമായ ഏറ്റുമുട്ടൽ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുർക്കുമിയയിൽ പലസ്തീൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിലാണ് 3 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത്. അരിക് ബെൻ എലിയാഹു, ഹദാസ് ബ്രാഞ്ച്, റോണി ഷക്കൂരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഇതെന്നാണ് ഹമാസ് അഭിപ്രായപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ബുധനാഴ്ച മുതൽ കനത്ത ആക്രമണം നടത്തുന്നതിനിടെയാണ് പോലീസുകാർ കൊല്ലപ്പെട്ടത്. അതേസമയം വെസ്റ്റ് ബാങ്ക് നഗരമായ ജെനിനിൽ ഹമാസ് ഭീകരർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടാവുകയും തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തു. 3 ഇസ്രായേൽ സൈനികർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ബുധനാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ചതാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണം. 20-കാരനായ സൈനികനാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഗാസയിൽ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വിവിധ ഇടങ്ങളിലായി 61 പേരാണ് കൊല്ലപ്പെട്ടത്. ജെനിനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതോടെ വെള്ളവും വൈദ്യുതിയുമെല്ലാം മുടങ്ങിയിരിക്കുകയാണ് എന്നും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചുവെന്നും ജെനിൻ നിവാസി വാർത്താ ഏജൻസികളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറം ലോകവുമായുള്ള ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു. ബേക്കറികളൊന്നും തുറക്കുന്നില്ല. കുട്ടികൾക്ക് വേണ്ട പാൽ പോലും ലഭിക്കുന്നില്ല. ജെനിൻ നിവാസിയായ താഹിർ അൽ സാദി പറഞ്ഞു. 5 ദിവസത്തിനിടെ ജെനിൻ, തുൽക്കറം, തുബാസ് തുടങ്ങിയ മേഖലകളിൽ 26 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. നിരവധി വീടുകൾ കത്തിച്ചു. ജെനിൻ പ്രേതനഗരമായി മാറിയെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് തടവിലാക്കിയതിൽ 6 ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നെതന്യാഹു സർക്കാർ കഴിഞ്ഞ 11 മാസം ചെയ്തിട്ടില്ല. 2 മാസത്തിലേറെയായി ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കരാർ മേശപ്പുറത്തുണ്ട്. അത് അട്ടിമറിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നവർ ജീവനോടെ ഇരിക്കുമായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ കുറ്റപ്പെടുത്തി. അതേസമയം ഈജിപ്ത് ഗാസ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ നീക്കം. തെല്ലവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും നെതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുത് എന്നും മന്ത്രി യോവ് ഗാലന്റ് ആവശ്യപ്പെട്ടതാണ് നെതന്യാഹുവിനെ രോഷം കൊള്ളിച്ചത്. അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച ആരംഭിച്ചിരുന്നു. 2000-ഓളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള 6.40 ലക്ഷം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1.26 ദശലക്ഷം ഡോസ് വാക്സിൻ ഗാസയിൽ എത്തിച്ചിട്ടുണ്ട്. 4 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ഉടൻ എത്തിക്കും. 90% കുട്ടികൾക്കും വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടനയുടെ നീക്കം. വാക്സിനേഷന് 3 ദിവസം ഭാഗികമായി മാത്രം ആക്രമണം നിർത്താമെന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം മൂലമാണ് ഗാസയിൽ വാക്സിനേഷൻ മുടങ്ങിയത്. വെസ്റ്റ് ബാങ്കിലും സ്ഫോടകാത്മക സാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണ്. ജെനിൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. പ്രദേശത്ത് വന്ന 2 കവചിത വാഹനങ്ങൾ തകർത്തതായി പലസ്തീൻ പോരാളികൾ അറിയിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലെയും സംഘർഷങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ അതീവ ആശങ്ക രേഖപ്പെടുത്തി. ഗാസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.